ഹലോ, നമസ്കാരം. ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അവസാനം വരെ ഒന്ന് കേൾക്കണം. എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കത് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. ഞാൻ പറയാം. ഞങ്ങളുടെ ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കായൽ വെള്ളമാണ്. അപ്പോൾ അവിടെ ഈ എലിയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കൂട്, അതിന് പിടിക്കാൻ വേണ്ടിയുള്ള കൂട്, തടിക്കൂടല്ല, മറ്റേ കമ്പി കൊണ്ടുള്ള ഏരിയയുള്ള കൂട് വെച്ചിട്ട് അതിൽ എലിയെ വീഴും. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ആരടുത്തും പറയാത്ത ആദ്യമായിട്ടാണ് ഈ സംഭവം ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ആ എലി അതിൽ വീണ സമയത്ത് അതിനെ കൊല്ലണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് അടിച്ചു കൊല്ലാം, തുറത്തിക്കുന്ന സമയത്ത് അടിച്ചു കൊല്ലാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പം പണ്ട് നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് എലിപ്പത്തായോ എന്നൊക്കെ പറയുന്നത്, വെള്ളത്തിൽ കൊണ്ട് മുക്കിക്കൊല്ലുന്നത്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ വെള്ളമാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ഒരു കയറ് കെട്ടി വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒരു മിനിറ്റിനുള്ളിൽ മരിച്ചോളൂ, ചത്തോളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു കയറ് കെട്ടിയിട്ട് ഇതിനെ വെള്ളത്തിലേക്ക് ഇട്ടു. നല്ല തെളിഞ്ഞ് ഇരിക്കുകയാണ്, ഉള്ളിലുള്ള വ്യക്തമായിട്ട് കാണാം, നല്ല ഒരോളവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടു. അപ്പോൾ അടിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പ്രാവശ്യം ഓടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടിത്തട്ടിൽ പോയി. ഇതെല്ലാം നല്ലപോലെ കാണാം. അപ്പോൾ അടിത്തട്ടിൽ പോയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ശ്വാസം എടുത്തു. ഒരു 2-3 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് അത് ഒരു അങ്ങ് കിടന്നു. അതിൻ്റെ വായിൽ നിന്നൊരു കുമ്മള മുകളിലേക്ക് വന്നു. അതോടുകൂടി എലി ചത്തു. ആ കുമ്മള അതിൻ്റെ മുകളിൽ, വെള്ളത്തിനടുത്ത് കുറച്ച് അടിയിലാണ് കിടക്കുന്നത് ഇത്. അപ്പോൾ കൂടും കഴിഞ്ഞിട്ട് ആ കുമ്മള മുകളിൽ വന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുമ്മള മുകളിൽ വന്നിട്ട് ആ കുമ്മള അങ്ങ് പൊട്ടി. അതിൽ കുമ്മള പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുമ്മള ഒരു പുക, വെള്ളത്തിൻ്റെ മുകളിൽ പുക വീഴാൻ അങ്ങനെ ഇരിക്കും. അതേപോലെ ആ കുമ്മള പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു കറക്റ്റായിട്ട് അതൊരു എലിയുടെ രൂപത്തിലാണ് ആ പുക ഇങ്ങനെ വന്നത്. കറക്റ്റ് തലയും അതിൻ്റെ ബോഡിയും അതിൻ്റെ വാലുമായിട്ട് അതിങ്ങനെ ചെറിയ കുമ്മള പൊട്ടി ഒന്ന് വലുതായി പുക ഇങ്ങനെ ആ വെള്ളത്തിന് മുകളിൽ പരന്ന് അവസാനം അത് വളരെ വലുതായിട്ട് അത് ഇല്ലാതായിപ്പോയി. ഈ മരിക്കുമ്പോൾ ആത്മാവ് പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വട്ടനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാൻ കണ്ട നേരിട്ട് ഒരു അനുഭവം ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നു. ഓക്കെ, അത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയുക. ഞാൻ നേരിട്ട് കണ്ട ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നേരിട്ട് ആരടുത്ത് ഒരാളുമായിട്ടും പങ്കുവെക്കാത്തത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ശരിയെങ്കിൽ അടുത്ത കഥ ഇട്ട് ഒരു